guys, this is me Srivisha. Unique Fashion Zeal Tea presents Zamaka Season 2 ലെ മറ്റൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതാ ബാക്കി വിശേഷങ്ങളുമായി ഇരിങ്ങൽ AUP സ്കൂളിൽ തന്നെയാണത്. നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ കാണണ്ടല്ലേ? എന്നാ അങ്ങോട്ട് പോയാലോ? Come on. ഹലോ എന്തടാ ഹലോ പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോയത് ഹലോ പറഞ്ഞിട്ട്. ഹലോ എനർജി വേണ്ടേ നമുക്ക്? ഉഷാറാക്കണ്ടേ? ഉഷാറാക്കാം അല്ലേ? നിങ്ങളെ കൂടുതൽ ആരും നന്നായിട്ട് പാട്ട് പാടുന്നേ? ഓഹോ, ഇവിടെ മൊത്തം പാട്ടുകാരാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ആയിരുന്നൊരു പാട്ടുണ്ടോ? ഏത് പാട്ടാ? ആണോ? പാടുവാ? പാട്ട് പാടുവോ? എല്ലാരും ഒന്നിച്ച് പാട്ട് പാടുവോ? മൈക്ക് ഇവിടെ തന്നാ മതിയോ? അത് പാടിക്കോ. ഇങ്ങി വന്നെന്നാല് ഇങ്ങി വാ. ആരല്ല ടീമായിട്ട് പാടുന്നേ? നിങ്ങളാണോ? ഇവിടെ ടീമായിട്ട് പാടുന്നേ കേട്ടോ. ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. നിങ്ങൾ മൂന്നാളാണോ? ഏത് പാട്ടാ പാടുന്നേ? ഇതാ. നങ്ങിലിപ്പൂവേ കുന്നാളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തണലാതെ നീ ചുമടേറവേ, തണലാതെ ഞാനരികെ പൂമലേ മണിപ്പൈതലേ ഇടനെഞ്ചിലെ മിതിയേ, പൂവിലും ഇടവേരിലും ചിരിയാണു നീ അഴകേ, കുന്നുകാവണിയോളെ നീ കരരേതിരൊന്നിമിഷം, നെഞ്ചൊടുക്കിലെ മോഹതാളമുണർന്നിടും സമയം, മിഴിനീർക്കണം മൊഴിയൊന്നു ഞാൻ അത് കോലയും മണിയേ, നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തണലാതെ നീ ചുമടേറവേ, തണലായി ഞാനരികെ. നന്നായിട്ടുണ്ട് കേട്ടോ. ക്ലാപ്പ് ചെയ്ത് എല്ലാരും. ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ തന്നെ പഠിച്ചതാണോ? നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പൊ ഓക്കെ. ഇനി അടുത്തത് ആരാ ടീമായിട്ട് വരുന്നേ? നിങ്ങളാണോ? ആ ബാക്കിൽ നിന്ന് അതാണോ ഡിസ്കഷൻ കണ്ടത്? ആണോ? ഏത് പാട്ടാ? ഇതാ. ഹോക്കി മഹാരാജന്റെ ജാനു കരാജന്റെ, ജോക്കി മഹാരാജന്റെ ജാനു കരാ ഹേ ഹിരിയേ ഹിരിയേ ഹിരിയേ, ഹോക്കി മഹാരാജന്റെ ജാനു കരാ തെരെ, ഓക്കെ മഹാരാജന്റെ ജാനു കരാ ഹിരിയേ 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 ഹിരിയേ. ക്ലാപ്പ് ചെയ്തേ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ആരാ വരുന്നേ? നിങ്ങൾ ആരൊക്കെ കൈവക്കിയത് കണ്ടല്ലോ? ഉണ്ടല്ലോ. അതെ, ടീച്ചർ അല്ലടാ, ഏച്ചി വിളിക്കടാ. പറ, ഏത് പാട്ടാ? പാടിക്കോ. ഞാൻ പഠിപ്പിച്ചു തരണോ? ആക്ഷൻ ചെയ്യണോ? ആക്ഷൻ ചെയ്യണ്ട. Clap your hands, clap your hands, listen to the music and clap your hands, stamp your feet, stamp your feet, listen to the music and stamp your feet, turn around, listen to the music and turn around,
Jump up high, jump up high. Listen to the music and jump up high. Yay! Thank you. മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാന്തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരമ്പിളി വന്നിറങ്ങുമ്പോൾ തന്നിടാം ഒരു പൊന്നോല മിന്ന മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല നീല നിലവേ നിലവിനഴകേ താരമരികെ ചിരിയും ചിരിയെ പാതിയുയരാം ചിറകിലഴയാം തോടലുയരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്മയോർമ്മയാകെ അന്താറിപ്പോ എന്റെ സർവാലി ചിന്നാറിവിപ്പോ എന്റെ സുടുവാലി ഈ തുമ്മരുവി തുമ്മരുവി ആയിഷ നൂയാറെ എണ്ണോയിരുന്നോട് ഭദ്രച്ചിട്ടും താരങ്ങളും തൂവിട്ടി കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഹലോ. വലൈക്കും അസ്സലാം. അസ്സലാം വലൈക്കും എന്നൊക്കെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹലോ, സുഖാണോ? എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഉഷാറല്ലേ? എന്താ എനർജി കുറവുണ്ടോ? ഇല്ലല്ല, ഫുൾ ഓൺ ഫുൾ പവർ അല്ലേ? ആണ്. അവിടെ പാട്ടുകാരുണ്ട്, നല്ലോണം പാട്ട് പാടും, ക്ലാസ്സിലെ സിംഗേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളല്ലേ? ആണ്. ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞു ഏൽപ്പിച്ചത്. ഇവരെന്നാൽ നന്നായിട്ട് പാടും അല്ലേ? എന്നാ ഇങ്ങ് വന്നേ, വാ. ആ, ഓള് പാടും. അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് നോക്കിക്കോ. ഏത് പാട്ടാ പാടുന്നേ? ആണോ? പേരെന്താ? ഐഷ. ഓക്കെ. പച്ചിരി ചന്ദ്രികയെ പതിനാലിന്റെ ചേരിയെ രാക്കിണിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അരിവാലെ അലങ്കുതയെ അഴകാലെ വിഭൂഷിതയെ അരിവാലെ അലങ്കുതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിപ്രമദായ പരിമളവാതിൽ ഹാലേതാ ഹലനിനെ കണ്ടാലാകെ ഹലകെ മാറുന്നു പെണ്ണെ ദഫിൽ കൊട്ടുന്നു പിന്നെ തോൽ കൊട്ടുന്നു പിന്നെ നെഞ്ചിൽ കൊട്ടുന്നു ഇരുമറ്റും നീന്താണോ തമ്മിൽ കൊള്ളാനായി പെണ്ണെ അണ്ടിൽ മുട്ടുന്നു നിന്നോടാ സ്വർഗത്തിങ്കരത്തിൽപ്പെട്ട എത്തി മിനാലെ ഹാലേതാ ഹലനിനെ കണ്ടാലാകെ ഹലകെ മാറുന്നു പടയോടിയ പാവന പൂർണ്ണ സംവിധാനം കളികൾ കുട്ടികൾക്ക് വഴിപ്പെടുത്തിട്ട് സംഭവമായി പല ഭാഗമാനമായ സുന്ദര സംഗതിയാൽ ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിനാലെ ശങ്കപ്പൂമ്പാറ്റെ തെന്നിപ്പാരല്ലേ നെഞ്ചുകൾ സിൽസിലയാലെ അതുകൊണ്ടിന് പരമല്ലാക്കി പൂവിലാകണ പൂത്തുവയ്ക്കണം പാട്ട് പാടണ മോഹത്തോടെ മണി അറിയാകെ മണി വരയാകെ സരത്തികരത്തിൽപ്പെട്ട എത്തീമിനാണ് ഹാലേതാ ഹല നിന്നെ കണ്ടാലാകെ ഹലകെ മാറുന്ന ഹാലേതാ ഹല നിന്നെ കണ്ടാലാകെ ഹലകെ മാറുന്ന. താങ്ക് യു. നല്ല ക്ലാപ്പ് ചെയ്ത്. അവിടുന്ന് അവര് പാട്ട് പാടുമ്പോ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വിളിക്കുന്നുണ്ടായില്ലേ? പേരെന്താ? ആരാധ്യ. ആനന്ദലക്ഷ്മി. നിവേദ. നിങ്ങള് മൂന്നല്ലേ പാട്ട് പാടാൻ പോന്നേ? ഉണ്ടോ? പേരെന്താ? ശ്രീബാല. പാട്ട് പാടാൻ ഉണ്ടോ? ഏത് പാട്ടാ കണ്ടുവച്ചത്? തുഞ്ചൻ പറമ്പിൽ നിന്ന്. അത് കേക്കാല്ലേ? കേക്കാല്ലേ? കേട്ടൂടെ? തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ
കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചാലഴി മുഖം കണ്ടേ. ഒരു കൊച്ചികാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചാലഴി മുഖം കണ്ടേ. ഒരു കൊച്ചികാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ. ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ. ഒരു മുത്തു വിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ? താങ്ക് യു. നന്നായിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടായോ? നിങ്ങൾ ആരും പാട്ട് പാടില്ലേ? ആണോ? എടാ ഏച്ചി പറയടാ, പാട്ട് പാടോടാ. ഏത് പാട്ടാ? പാടിക്കോ. പേരെന്താ? ഓക്കെ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ. എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ. എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. എൻ്റെ മണവാട്ടിപ്പെണ്ണാണു നീ. എൻ്റെ മണവാട്ടിപ്പെണ്ണാണു നീ. എൻ്റെ വേഴാമ്പൽ കിളിയാണു നീ. എൻ്റെ പൊന്നാമ്പൽ പൂവാണു നീ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ. എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടി എന്തിനാ. കൽബു തന്നിടുവാൻ നാണമിനി എന്തിനാ. മഹർ ഞാൻ വന്നിടാൻ നീ എൻ്റെതാകുമോ. സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ. നാണം നീ മാറ്റിയിടുമോ. എൻ്റെ പെണ്ണാനി വന്നിടുമോ. എൻ്റെ സ്നേഹത്തിൻ പൂങ്കാവില മധുവൂറും പൂവാകുമോ. എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ. എത്ര നാളു ഞാനിരുന്നു ഒന്നു മിണ്ടുവാൻ. നന്നായിട്ടുണ്ടല്ലേ? നല്ല ക്ലാപ്പ് ചെയ്തേ. നിങ്ങൾ രണ്ടുപേരും രമേശിന്റെ കടയിൽ നിന്നാണോ ചെരുപ്പ് വാങ്ങിച്ചത്? ആ, രണ്ടാൾ ഒരുപോലത്തെ ചെരുപ്പാണല്ലോ. രമേശിന്റെ കടയിൽ നിന്നാണോടാ വാങ്ങിച്ചേ? ആ, അവരാണ് കേട്ടോ പറയുന്നേ. അവിടുന്ന് പാട്ട് പാടും, ഇവിടുന്ന് ആക്ഷൻ. ഇതെന്താ പേരെന്താന്നൊക്കെ അല്ലേ? ആണോടാ? എന്റെ പേര് എനിക്കറിയണോ? ഞാൻ ആക്ഷൻ ഒക്കെ കാണിച്ച് പറഞ്ഞു കൊടുത്തു. മനസ്സിലായി എന്തെങ്കിലും? സവിത അല്ലടാ, ശ്രീവിഷ. സവിത എന്നൊക്കെ ഇവിടുന്ന് ആക്ഷൻ ആയിരുന്നു എന്നോട് അല്ലേ? പേരെന്താ? പേരെന്താ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പരിപാടി? എടാ ഞാന് വരുന്നല്ലേ, നിങ്ങൾ എന്തിനാ ഈ ഓടുന്നേ? എന്തിനാ പേടിച്ചോടുന്നയാണോ? പേരെന്താ? നിക്കണാണോ? നാണാണോ? ഇല്ലല്ലോ. ഇല്ല, ഇതിനകത്ത് പാട്ട് പാടുന്നുണ്ടോ? പാര വെക്കണോടാ? പാട്ട് പാടാൻ അറിയില്ല? ഒരു പാട്ട് രണ്ട് വരി ഫ്രണ്ട്സിന് വേണ്ടി 2 വരി. ഫ്രണ്ട്സിന് വേണ്ടി. ഇല്ല, ആരും കളിയാക്കൂല. നീ ധൈര്യമായി പാടിക്കോ. എടേ അതെന്തടാ ഫ്രണ്ട്സ് ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട്? പോട്ടെ, സാരില്ല അല്ലേ? ഓ, അപ്പൊ മനസ്സിലായി, അവൻ പെടുത്തുന്ന ആളാട്ടോ. എന്തായാലും ഓക്കെ. ഹലോ, സുഖാണോ എല്ലാവർക്കും? ആരെങ്കിലും പാട്ട് പാടാനുണ്ടോ? ഉണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടുകാര് ഉണ്ടോ? ആരെങ്കിലും ഒരു ഉഷാറില്ലാത്ത പോലെ അങ്ങനെ ഉണ്ടോ? വലിയ ഉഷാറല്ലേ? ഫുഡൊക്കെ നല്ലോണം കഴിച്ചിട്ടില്ലേ? കഴിച്ചിനോ?
എന്നിട്ട് പാട്ടുകാരൊന്നുമില്ല? മാപ്പിള പാട്ടൊന്നുമില്ലേ? ഉണ്ടോ? ഉണ്ട് അല്ലേ? എല്ലാരും ഒന്ന് ഒത്തുപിടിച്ചാൽ അല്ലേ നമുക്കൊരു പാട്ട് കേൾക്കാം. എന്നാ മൈക്കതാ. നന്നായിട്ടുണ്ടല്ലേ? ഇഷ്ടായോ? നിങ്ങൾക്ക് ഇഷ്ടായോ? ഇഷ്ടായോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പേരെന്താ? നിയ. ഏത് പാട്ടാ പാടുന്നേ? കരിങ്കാളി. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുനാഴിക ചോരയിൽ നീരാട്, എരിവീറ്റിയ മുറ്റ മുളയ്ക്കോ പെണ്ണെ നിൻ മനസ്സ്, പ്രിയ കാളി നിൻ കളി പെൺചിറങ്ക്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുധാരിക ചോരയിൽ നീരാട്. താങ്ക് യു. നന്നായിട്ടുണ്ടല്ലേ? അതിലുണ്ടോ ഇനി? ഇപ്പൊ പറയണേട്ടോ. പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? നിങ്ങൾക്ക് സുഖാണോ? എല്ലാവർക്കും സുഖാണ്. എന്താ നല്ല രസമുണ്ടല്ലോ കാണാൻ. ചിരിച്ചേടാ. ചിരിക്കില്ലേ നീ? സ്കൗട്ട് ഇഷ്ടാണോ? ഇഷ്ടായിട്ട് ജോയിൻ ചെയ്തതാണോ? അല്ലാണ്ട് ഫ്രണ്ട് ജോയിൻ ചെയ്തതാണോ? അല്ല, ഇഷ്ടായിട്ട് ജോയിൻ ചെയ്തതാണ്. ഓക്കെ. ആളും ഇങ്ങനെ തന്നെയാണോ? ആണെന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ പാട്ട് പാടുന്നേ? നീ പാട്ട് പാടുവോ? അവരാകെ ഞെട്ടിപ്പോയി. എന്നോടാണോ വരുന്നേ? ആണോ? അങ്ങനെയാണോ? ഗ്രൂപ്പ് സോങ് ആണ് കേട്ടോ. അങ്ങനെയാണോ? അന്ന് മൈക്കിതാ പിടിച്ചോ. എന്താ നീ ഒരു ഇഷ്ടമില്ലാത്ത പോലെ? പാടിക്കോ. ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം, ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. ആ രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം, ആ ദർശനത്തെ തേടിയെത്തിടുന്നു നിശ്ചയം. കമറ് രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം, കമറ് രണ്ട് തുണ്ടമായി ചരിത്ര സംഭവം. ഈ കേരളത്തിലേക്ക് ശിലാമെത്തുവാൻ ഹിതം, ഈ കേരളത്തിലേക്ക് ശിലാമെത്തുവാൻ ഹിതം. ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം, ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം, ചരിത്ര സംഭവം മഹത്വം എത്ര സുന്ദരം. താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടാ. എന്തൊക്കെയാ? സുഖാണോ? ഇങ്ങനെ മിണ്ടാതിരുന്നാ മതിയോ? പോരാ. നിങ്ങളെ കയ്യിൽ വല്ലതും ഉണ്ടോ എടുക്കാൻ? പാട്ടുണ്ടോ? ഒറ്റയടിയില്ലാണ്. അങ്ങനെയാണോ? പാട്ടൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മളെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ നന്നായി പാട്ട് പാടി തന്നിട്ടുണ്ട് അല്ലേ? ഹലോ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുവോ? ശ്രദ്ധിക്കില്ലല്ലേ? നിങ്ങൾ എന്തൊക്കെയാ റെഡിയാക്കി വെച്ചിട്ടുള്ളത്? പാട്ട് അങ്ങനെ വല്ലതും എന്തൊക്കെയോ റെഡിയാക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ആരും റെഡിയാക്കിയിട്ടില്ല? ഇല്ല, ഒന്നുമില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്നാ സ്പോട്ടായിട്ടൊരു പാട്ട് കിട്ടുമോ? ഇവിടെ പാട്ടുകാർക്ക് ഉണ്ടെന്ന് കൊറേ ഒരു സംഭവമൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അല്ലേ അശ്വിൻ? നേരത്തെ ഇതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോ പറയുന്നുണ്ടായിരുന്നു. അവൻ പാടും
അതെ ഞാൻ എന്നത്തന്നെ ഞാൻ വെറുതെ പറഞ്ഞത് അങ്ങനെയൊന്നും കരുതരുതേന്നാണോ? ആണോ? അങ്ങനെയാണോ? ആള് ഹാൻസം അല്ലേ? ഇവൻ ഹാൻസം അല്ല? ലുക്കല്ലേ? ആ ഹാൻസം. ആ അത് ഹാൻസം തന്നെയാണ്. ആളൊക്കെ ബ്ലഷ് ചെയ്ത് കേട്ടോ. പാട്ട് പാടുവാടാ. ഇവിടെ ഒളിച്ചു വെക്കുന്നുണ്ടല്ലോ. ഇല്ല, ആരുമില്ല. എന്നാ എന്തെങ്കിലും സ്റ്റോറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പാടൂ. എടാ അത് അടിപൊളി. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. ഞാൻ പാടും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ അല്ലേ? പേരെന്താ? ആദർശി. ആദർശി ഏത് പാട്ടാ പാടുന്നേ? ഞാൻ കന്നഡ പദ്യം. കന്നഡ പദ്യമാണ് കേട്ടോ. എന്താ? ಇಳಿತುರದ ತಿಂದ ಮಂದಾಕಿನಿಕೆ ಪೊಡಮಟ್ಟು ಬಳೆಗ ನಾವಿಕರೊಟನೆ ನಾವ ತೊಳ್ಗಂ ಗಯಂ ಕಳೆತು ನಿರ್ಮಲ ತೀರ್ಥ ತೊಳ್ಮಿಂದು ಸೌಮಿತ್ರಿ ಮತ್ತೆ ಪೂಜಾತಿ ಸಹಿತ ಒಳಗೊಳಗೆ ಮರುಗೆ ಬಿಸಿ ಸುಯಿತು ಚಿಂತಿಸುತ್ತೆ ಮುಂತಳೆತು ಉಗ್ರ ಮೃಗ ಪಕ್ಷಿ ಗಣತಿಂತ ಕೂರ್ಮಿಸುವ ಹಳುವ ಮಂಪೊಕ್ಕ ನಡಿಯಿಡುವೊಡ ಸದಳಮೆಂಬ ಕರ್ಕಶದ ಮಾರ್ಗದಿಂದ. താങ്ക് യു. താങ്ക് യു. നല്ല ക്ലാപ്പ് ചെയ്തേ. നന്നായിട്ടുണ്ട് കേട്ടോ. ആരെ പഠിപ്പിച്ചത്? എൻ്റെ അമ്മ. അമ്മ പഠിപ്പിച്ചതാണ്. ഓക്കെ. നമുക്ക് കന്നഡ ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടാണ്. ആ ഇഷ്ടാണ്. അതാണ്. അപ്പൊ ഗെയിം കളിക്കാൻ ആരെങ്കിലും വരുമോ? ഒരു ഗെയിം കളിച്ചാലോ? കളിക്കാം. നല്ല സ്മാർട്ട് ആയിട്ട് 2 ആൾക്കാർ വരുമോ? ഞാൻ കളിക്കാന്ന് പറഞ്ഞ 2 ആൾക്കാർ വരുമോ? ഒരു ഗെയിം കളിക്കാം. 2 ആള്. പാട്ട് പാടിയില്ലേ? നമുക്ക് വേറൊരാള് വാ. പുതിയതായിട്ട് ഇനി വേറൊരാള് ഗേൾസിന്റെ സൈഡിന്ന്. ഗേൾസിന്റെ സൈഡിന്ന് ബാബ. ഞാൻ കളിക്കാൻ ഇവരെത്ര സ്മാർട്ടായിട്ട് വന്നേ. അപ്പൊ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മോശമായി പോവേ. ഒരാള് വേവാ വരുമോ? എന്തായാലും ഞാൻ വിളിക്കാൻ പോകുന്നില്ല. ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വരണം. റെഡി അല്ലേ? ബാ. അങ്ങനെ വരണം കേട്ടാ. സ്മാർട്ടായിരിക്കണ്ട നമ്മൾ എപ്പോഴും. ഇങ്ങി വാ. ഇങ്ങി വന്നേ. അപ്പൊ ഗെയിം എന്താ അറിയോ? അറിയില്ല. ഇപ്പൊ ആരാളുടെ ചോദ്യം ചോദിക്കാൻ ഇഷ്ടം? മോൾക്ക് ഇവനോട് ചോദിക്കണോ അതോ അങ്ങോട്ട് ചോദിക്കണോ? എന്താ? എനിക്ക് ചോദ്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഉത്തരം പറയോ നീ? ഉത്തരം അറിയില്ലേ? അപ്പൊ മോള് ചോദ്യം ചോദിക്കണം. മോൾ എന്താ ചോദിക്കണ്ടെന്ന് വെച്ചാല് മോളൊരു അക്ഷരം കൊടുക്കുക. എന്നിട്ട് അവനെടുക്ക അക്ഷരം. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അവൻ ആ അക്ഷരം നമ്മളാരായി? ആ ഒട്ടനായി. എന്താ ചെയ്യാ? അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഏത് അക്ഷരം കൊടുക്കുന്നേ? അപ്പൊ അടുത്തുനിന്ന് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എന്നാ പേര്? കണ്ണൻ. കണ്ണൻ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? ക്രോറ്. അച്ഛന്റെ പേരെന്നാ? എടാ പറഞ്ഞെടുക്കല്ലടാ. കുമാരൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കപ്പ. നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം? കണ്ണൂര്. ചോദിച്ചോ. ഏത് കളി ഇഷ്ടം? കബഡി. എന്റെ അമ്മേന്റെ വീട് എവിടെയാ? പറഞ്ഞതിനും പറയാൻ പറ്റോ? പോയി അവിടെ നിന്നോ. തോറ്റു. അപ്പൊ ജയിച്ചു കേട്ടോ. ക്ലാപ്പ് ചെയ്തേ. നന്നായിട്ട് കളിച്ചിന് കേട്ടോടാ നീ. അടിപൊളിയായിരുന്നു. എന്തായാലും അടിപൊളി. താങ്ക് യു. ബൈ. അപ്പൊ തുടക്കം തന്നെ നമുക്കൊരു നാടൻ പാട്ടിൽ നിന്നായാലോ? അല്ലേ? നാടൻ പാട്ട് കേട്ടൂടെ? എന്നാ വന്നോ, ഇങ്ങോട്ട് വന്നോ. ഒരാളൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒപ്പരം പാടാൻ. അത് അങ്ങോട്ട് നോക്കിക്കോ. പേരെന്താ? ആദിദേവ്. പേരെന്താ? ദേവവിഷ്ണു. അപ്പൊ റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തൂടെ? പാടിക്കോ. ആരിയ നെല്ലിൻ്റെ ഓലെന്നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. ആരിയ നെല്ലിൻ്റെ ഓലെന്നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്
ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങേ. അക്കണ്ടം ഇക്കണ്ടം മേലത്തെ കുഞ്ഞിക്കണ്ടം കണ്ടത്തിനോരത്തെ കൊണ്ടും കുത്തി ആയില ഈല ചേമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ട് പോയതല്ലേ. വല്യവരമ്പിൻ്റെ തെക്കേ മൂലക്കലെ തമ്പ്രങ്ങോടെ ചൂടി നിൽക്കണുണ്ട്. വാരിയെടുക്കാനും മാറോടണക്കാനും ഏറെ കൊതിയുണ്ട് പൊന്നും കട്ടേ. അമ്മയുടെ മാറിൻ്റെ ഈരടി കേൾക്കുമ്പോൾ താനെ ഉറങ്ങുന്ന പൊന്നുണ്ണി ഞാൻ. അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റ് മയങ്ങാനും ഏറെ കൊതിയുണ്ട് പെറ്റോരമ്മേ. ആരിയ നെല്ലിൻ്റെ ഓല നാടും പോലെ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാട്. ഞാറ്റുമുടി കുത്തി താളത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? റെഡിയാണോ? അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ ആൻസർ വിളിച്ച് പറയാണ്ട് എന്ത് ചെയ്യണം? കൈ പൊന്തിക്കണം, എന്നിട്ട് ആൻസർ പറയണം. റെഡിയാണോ? എല്ലാം റെഡി? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? എന്താടാ? കുഴി അല്ല. അറിയോ? മുടിയല്ല. കറക്റ്റ് ആൻസർ വഴിയാണ്. കറക്റ്റ് ആൻസർ. പേരെന്താ? ശിവനന്ദ. ക്ലാപ്പ് ചെയ്തേ. അടുത്ത ചോദിക്കട്ടെ. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? എല്ലാരും പറഞ്ഞിട്ടോ കൈകൊണ്ട്. കൈകൊണ്ടെന്നാണ് കറക്റ്റ് ആൻസർ. വിളിച്ചു പറയരുത്. ഓക്കെ, റെഡിയാണോടാ? റെഡിയല്ലേ? ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ്? ഏതാ? സൂര്യൻ. അല്ല. അല്ല. എടാ കുസൃതി ചോദ്യമൊക്കെ എടുക്കടാ. മാസം എന്നല്ല. അത്യാഗ്രഹം. എടാ കറക്റ്റ് ആൻസർ അത്യാഗ്രഹമാണ്. കറക്റ്റ് ആൻസർ. ക്ലാപ്പ് ചെയ്തേ. എന്റെ മോനേന്നൊക്കെ. പേരെന്താ? സഫാൻ. ഇനി അടുത്ത ചോദിക്കട്ടെ. നമ്മൾ അധികം ആളും കഴിക്കുന്ന ആന? ആദ്യം ആരോ പറഞ്ഞ ഇവിടുന്ന്? പേരെന്താ? അസ്മിന. ബനാനയാണ് കറക്റ്റ് ആൻസർ. ക്ലാപ്പ് ചെയ്യ്. അപ്പൊ ആൻസർ പറഞ്ഞ 3 പേരൊന്നും ഇങ്ങോട്ട് വന്നേ. 3 പേരൊന്നും ഇങ്ങനെ ഇവിടെ നിന്നേ. നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല. ഓക്കെ? ഇവരിൽ ആരും ആൻസർ പറയാൻ നോക്കട്ടെ. നോക്കാം. സിമ്പിൾ വേണോടാ? എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്ത്? കറക്റ്റ് ആൻസർ. തെറ്റാണ്. ക്ലാപ്പ് ചെയ്തേ. ഗിഫ്റ്റ് എടുക്കട്ടെ. ടീച്ചറെ തന്നെ വിളിക്കാല്ലേ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. ടീച്ചറെ വരും. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. ഹാപ്പി. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പൊ നമ്മുടെ കൂടെ ഇരിങ്ങൽ AUP സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. ടീച്ചേഴ്സിനെ എല്ലാവരും പരിചയപ്പെടാം കേട്ടോ. ഹായ്. പേരെന്താ? ബിന്ദു. ബിന്ദു ടീച്ചർ ഇവിടെ എത്ര വർഷമായി? ഞാൻ 15 വർഷമായി. ആണോ? എന്താ പറയാനുള്ളത് സ്കൂളിനെ പറ്റിയിട്ട്? നമ്മുടെ സ്കൂളില് എല്ലാ
സ്റ്റെക്കായി പോയതാ, കുഴപ്പമില്ല, ചിൽ അല്ലേ? നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും ദേശീയ തലത്തിലും ഒരുപാട് പരിപാടികളിലൊക്കെ മികവാർന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിലുള്ളത്. പിന്നെ എല്ലാവരും ഊർജ്ജസ്വലരായ അധ്യാപകരാണ്. നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. താങ്ക് യു. ഹായ് ടീച്ചർ, എവിടെയാ ഓടിപ്പോകുന്നത്? പേരെന്താ? ശ്രീപ്രിയ. എവിടുന്നാ വരുന്നത്? ഏഴിലോട്. എത്ര വർഷമായി? 16 വർഷം. ഹായ്. ഹായ്. പേരെന്താ? മഞ്ജു. മഞ്ജു ടീച്ചർ എവിടുന്നാ വരുന്നത്? മാത്തിൽ. ഇവിടെ എത്ര കാലേ? 5 വർഷം. 5 വർഷം. എന്താ പറയാനുള്ളത്? നല്ല സ്കൂളാണ്. എല്ലാ കുട്ടികൾക്കും നല്ല കഴിവുകളുണ്ട്. ടീച്ചേഴ്സും അതേപോലെ. താങ്ക് യു. ടീച്ചർ പേര്? നവ്യ. എവിടുന്ന് വരുന്നത്? ചെറുകുന്നു. എത്ര കാലം ഇവിടെ? 14 വർഷത്തോടെ. ആണോ? എന്താ പറയാനുള്ളത്? നല്ല വിദ്യാലയം, നല്ല രക്ഷിതാക്കൾ, നല്ല അധ്യാപകർ. റജിത. എവിടുന്ന്? കൊയിലാണ് വീട്. ഇവിടെ എത്ര വർഷമായി? 18 വർഷം. 18 വർഷമായി. ഓക്കെ, എന്താ പറയാനുള്ളത്? നല്ല സ്കൂളാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ടീച്ചേഴ്സാണ്. ഓക്കെ, കുട്ടികളും നല്ലതാണ്. താങ്ക് യു. പേര് പ്രിയ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. 18-19 വർഷമായി. 19 വർഷമായി. എന്താ പറയാനുള്ളത്? പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല സ്കൂൾ അന്തരീക്ഷമാണ്. കുട്ടികൾ നല്ല കുട്ടികളാണ്. നമ്മൾ പല കലാപരിപാടികളിലും മറ്റ് വർക്ക് എക്സ്പീരിയൻസിലായാലും നല്ല മികച്ച നേട്ടങ്ങൾ നേടിയ നല്ലൊരു അനുഭവമാണ് നമുക്ക് ഉള്ളത് വർഷങ്ങളായിട്ട്. പേര് ദീപപ്രഭ. ഓക്കെ, ടീച്ചർ എത്ര വർഷം ഇവിടെ? 13 വർഷമായി. നമ്മളൊന്ന് പരിചയപ്പെട്ടതാണ്. നമ്മൾ പരിചയപ്പെട്ടതാണ്. ശരണ്യ. പരിചയപ്പെട്ടതാണ്. അശ്വതി. ആണ്. ഈ വർഷം മുതൽ വരാൻ തുടങ്ങിയത്. എന്താണ് വന്നപ്പോൾ ഉള്ള ഒരു അനുഭവം? നല്ല അനുഭവം, നല്ല ടീച്ചേഴ്സാണ്, നല്ല കുട്ടികളാണ്, ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. അത് മനസ്സിലായി. എല്ലാവരും പാട്ടിലും എഴുത്തിലും മുന്നിലാണല്ലോ. അഞ്ജന. എൻ്റെ പേര് അഞ്ജന. പിന്നെ 11 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നത്. ഞാൻ ധന്യ. 2 വർഷമായി ഇവിടെ. 2 വർഷം. നല്ല കുട്ടികളായാലും എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾ നല്ല രീതിയിൽ പോകുന്നു. നല്ല പോകുന്നു. രഞ്ജിനി. ഞാൻ വന്നിട്ട് 10 വർഷമായി. ഞാൻ ഇവിടുത്തെ ഉറുദു അധ്യാപികയാണ്. നല്ലൊരു അന്തരീക്ഷമാണ് പൊതുവെ. അടിപൊളിയായിട്ട് പോകും. എൻ്റെ പേര് സബിത. 2017 ഇരിങ്ങൽ സ്കൂൾ നഴ്സറി ആരംഭിച്ചത്. അന്ന് ആ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് സീത. 2017 ഞാൻ ഈ സ്കൂളിൽ എത്തിച്ചേരുന്നത്. ഇവിടെ വന്നിട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പുഷ്പ. 2 വർഷമായി വന്നിട്ട് സന്തോഷമായിട്ട് പോകുന്നു. എൻ്റെ പേര് നിഷ. ഞാനിവിടെ 2ാമത്തെ വർഷമാണ്. നല്ല കുട്ടികളായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ പേര് ലത. ഞാൻ 35 വർഷമായി. 33 വർഷം സ്കൂളിൽ തന്നെ ടീച്ചറായി വർക്ക് ചെയ്തു. ഇപ്പം 2 വർഷമായിട്ട് HM ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സഹപ്രവർത്തകരാണ്. വളരെ എനർജറ്റിക് ടീമാണ്. നമ്മുടെ ഒരു നല്ല ഫാമിലിയാണ്. എല്ലാവരും നല്ല കോപ്പറേറ്റീവാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്കൂൾ മുന്നോട്ട് പോകുന്നു. താങ്ക് യു. പേര് നിഖിൽ. നിഖിൽ. ഓക്കെ, എവിടുന്ന്? കരിമ്പൂർ. എത്ര കാലം? ഒരു 3 വർഷത്തിനടുപ്പിച്ചിട്ട്. 3 വർഷം. എന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നു. എൻ്റെ പേര് രൂപേഷ്. പിന്നെ എത്ര വർഷമായി ഇവിടെ? ഞാനും 16 വർഷമായി. പയ്യന്നൂരാ വീട്. ആണല്ലേ? എന്താ പറയാനുള്ളത് സാർ? വേറൊന്നുമില്ല, നല്ല. എൻ്റെ പേര് കുബേരൻ. ഞാൻ 17 കൊല്ലമായി. 17 കൊല്ലം. വേറെ സുഖം, വേറെ ഒന്നുമില്ല. എനിക്ക് സുഖം, ഉഷാറായിട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. വീണ്ടും മറ്റൊരു സ്കൂളിൽ കാണുന്നവരേക്കും. ദിസ് ഇസ് മീ ശ്രീവിഷ, യൂണിക് ഫാഷൻ, ZeelTV presents Zamaka Season 2. Signing off.